നമ്മുടെ വായിൽ നിന്നും അറിയാതെ വീണു പോകുന്ന ചില വാക്കുകൾക്ക് പലപ്പോഴും പൊന്നു വില കൊടുക്കേണ്ടി വരാറുണ്ട്. എന്താ സംഭവം കേക്കട്ടെ. എന്നിരുന്നാലും അത്തരത്തിൽ വാവിട്ടൊരു വാക്ക് കാരണം പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അരുൺ ജെ. ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്, ഇങ്ങനെ മുകളിൽ കയറി. അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഒരു പെണ്ണിന്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. ഓരോരുത്തന്മാരും വയറ് വാടകയ്ക്കെടുത്ത് വന്നിരിക്കുക. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. പണം ഉണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. പെണ്ണിന്റെ വീട്ടിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് മുക്കാൽ ചെമ്പ് ബിരിയാണി അടിച്ച് കയറ്റി ആ കച്ചവടം ഞങ്ങൾ ഉറപ്പിച്ചു എന്നുള്ള ഇവന്റെ ഡയലോഗ് ഉണ്ടല്ലോ, ഇതാണ് കയ്യിൽ നിന്ന് പോയത്. ഇത് കണ്ട ആളുകൾ പല രീതിയിലും ഇവന്റെ വാക്കുകളെ ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ പടിക്കരി ഛർദ്ദിച്ചിട്ട് ഞങ്ങൾ പോകും. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാപ്പ് പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ പറ കേക്കട്ടെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. കൗതുക ലേശം കൂടുതലാണ്. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അല്ല എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിൽ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മുതലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോടൊക്കെ. അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാ ചെമ്പെന്നും പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. കേൾക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ പറയാത്ത എന്തുകൊണ്ടും നന്നായി. നീ രാജമാണിക്യത്തിൽ അതേപോലെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി എന്താണ് പോത്ത് കച്ചവടത്തിന് ആടോടെ വന്നതെന്നുള്ള രീതിയിലുള്ള കമന്റുകൾ കേട്ടേനെ. ഒന്ന് വേണ്ടേ, ഇവന്റെ വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം. പെണ്ണ് വീട്ടുകാർക്ക് ഉടുപ്പുണ്ടെങ്കിൽ ഈ കല്യാണത്തിൽ നിന്നും ഒഴിവാക്കും. ഇങ്ങനെയൊക്കെയാണ് പലരും കമന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് വന്ന് അങ്ങ് പറഞ്ഞു പോയത്. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അസ്ഥാനത്ത് അടിക്കുന്ന ചില കോമഡികൾ എല്ലാവരും ആ രീതിയിൽ എടുത്തോളണമെന്നില്ല. നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് ആൾക്കാരൊക്കെ ചിന്തിച്ചു കളയും. നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്, വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. ഇനി പേഴ്സണൽ ലൈഫ് വെച്ച് വ്ലോഗ് ചെയ്യുന്ന സമയത്ത് അസ്ഥാനത്തുള്ള കോമഡികളൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കാം. അപ്പൊ പിന്നെ കുറെയൊക്കെ നമുക്ക് ആളുകളുടെ ഓഡിറ്റിംഗിൽ നിന്നും തെരുവിളികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. തൽക്കാലം എന്നത്തെ പോലെ ഈ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.